രക്തകന്യക അധ്യായം 5 അവസാന ഭാഗം. ഭീകരരൂപിണിയായി ഒറ്റമുറച്ചി എന്ന രക്തരക്ഷസ് ആ കുഴിക്കു മുകളിലായി നിന്നു. നാവും ചുണ്ടും നുണഞ്ഞു. ചെണ്ടക്കാരനെ അവൾ ആർത്തിയോടെ നോക്കി. അയാളുടെ ശബ്ദം പുറത്തു വരാതെ വിറങ്ങലിച്ചു നിന്നു. അവളുടെ നീണ്ട പല്ലുകൾ അയാളുടെ കഴുത്തിലെ രക്തക്കൊഴലുകളെ തകർത്തു. ചൂടുനിണം അവൾ ആർത്തിയോടെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. ചെണ്ടക്കാരൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആയുധങ്ങളെല്ലാം അയാൾക്ക് മുകളിൽ ഒരു തീമഴ പോലെ വന്ന് പതിക്കുകയായിരുന്നു. കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയവർക്ക് അസ്ഥികുടം മാത്രമായാണ് ചെണ്ടക്കാരനെ കണ്ടെത്തിയത്. ചന്ദ്രമനയിലെ മാന്ത്രികൻ തയ്യാറാക്കിയ ഹോമത്തിൽ അലിഞ്ഞു തിരിഞ്ഞ ആ രക്തരക്ഷസുകളെ മുഴുവൻ തളച്ചു. ചന്ദ്രമനയിലെ പൂജാമുറികളിൽ തളച്ചപ്പോൾ അയാളൊന്ന് നിഗൂഢമായി ചിരിച്ചു. പക്ഷേ അയാളുടെ വരുതിക്ക് നിൽക്കാതെ നിന്ന ഒരു രക്തരക്ഷസ് ഉണ്ടായിരുന്നു. മന്ദാകിനിയുടെ ശരീരത്തിൽ കയറിയ രക്ഷസ്. അവൾ ഒതുങ്ങിയില്ല എന്ന് മാത്രമല്ല, ചന്ദ്രമനയിലെ കാർണവർ മാന്ത്രികനെ വെള്ളം കുടിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. ചുണ്ടങ്ങ കൊടുത്ത് വഴുതിനങ്ങ വാങ്ങുക എന്ന സ്ഥിതി. അവളെ തളയ്ക്കാനൊരുക്കുന്ന ഓരോ തയ്യാറെടുപ്പിലും ചന്ദ്രമനയിലെ ഓരോരുത്തരെയായി അവൾ കാലപുരുക്കി അയച്ചു. ഇന്ന് അമാവാസിയുടെ കറുത്ത ദിനങ്ങൾ, ദുർമന്ത്രവാദങ്ങളുടെ രാത്രി. ചന്ദ്രമനയിലെ കാർണവൻ മന്ത്രികൻ തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിലേക്ക് ഒരു പൂവൻ കോഴിയെ അറുത്ത് ചോര അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കറുത്ത ധൂമം ഉയർന്നു. കണ്ണുകൾ അടച്ച് അയാൾ പിന്നെയും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അന്തരീക്ഷത്തിൽ ഇടിയും മിന്നലും ഒരു കൂസലുമില്ലാതെ ചന്ദ്രമനയിലെ കാർണവരുടെ മാന്ത്രിക ഹോമം നടക്കുകയാണ്. എവിടെ നിന്നൊക്കെയോ അട്ടഹാസങ്ങൾ കേൾക്കാം. ആരെയും പേടിപ്പിക്കുന്ന ഭീതിതമായ ശബ്ദങ്ങൾ അവിടെ ഉയർന്നു നിൽക്കുന്നു. ചങ്ങലക്കിലുക്കവും ഉടുക്കിന്റെ ശബ്ദവും തുടർച്ചയായി കേൾക്കാം. പ്രകൃതി തീർത്തും നിശബ്ദമാണെങ്കിലും ഒരു ശ്മശാന ഭീകരത പോലെ ചങ്ങലുടെയും ഉടുക്കിന്റെയും ശബ്ദങ്ങൾ വല്ലാതെ പേടിപ്പെടുത്തും. അഗ്നികുണ്ഡത്തിൽ നിന്നും കറുത്തിരുണ്ട് ഭീകരനായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രമനയിലെ കാർണവർ പൊട്ടിച്ചിരിച്ചു. ആരോഗ്യത്തിന്റെ ചുവന്ന കണ്ണുകളും പുറത്തേക്ക് നീണ്ട കൂർത്ത പല്ലുകളും കറുത്ത കരിവീട്ടി പോലുള്ള ശരീരവും കണ്ടാൽ ആരാണ് പേടിച്ചു പോകാതിരിക്കുക? പക്ഷേ ചന്ദ്രമനയിലെ കാരണവർക്ക് യാതൊരു വിധത്തിലുള്ള കൂസലുമുണ്ടായിരുന്നില്ല. കൽപ്പിച്ചാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ രൂപത്തിന്റെ പാറയിൽ ഒരച്ചിത് പോലുള്ള ശബ്ദം അയാളോട് ചോദിച്ചു. മന്ദാകിനി, അവളെയാണ് എനിക്ക് ആവശ്യം. വീണ്ടും ശക്തമായ കാറ്റ് ആഞ്ഞു വീശി. ചന്ദ്രമനയിലെ കാരണവരുടെ കവടിപ്പലകയിലെ കരുക്കൾ തനിയെ നീങ്ങിക്കൊണ്ടിരുന്നു. കേതുവിൽ നീങ്ങുന്ന കരു ഗണപതി സായുജ്യം നടന്നു. അത് നോക്കിക്കൊണ്ടിരുന്നയാൾ പൊട്ടിച്ചിരിച്ചു. ഒടുവിൽ നീ എത്തിയല്ലേ? എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവരാൻ അല്ലാതെ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു. ആത്മാവോ എനിക്ക് കൃത്യമായ ശരീരങ്ങളോ ഇല്ല. ഇവിടെ നീ ഉറങ്ങുമ്പോൾ പോലും നിന്റെ ശരീരത്തിൽ വേണമെങ്കിൽ എനിക്ക് കയറാം. അവൾ അയാളെ വെല്ലുവിളിക്കുകയാണ്. അഹങ്കാരി, നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ ക്ഷമിപ്പിക്കും. കയ്യിലുണ്ടായിരുന്ന ഭസ്മം ഹോമകുണ്ഡത്തിലേക്ക് എറിഞ്ഞ് അയാൾ വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. മന്ത്രങ്ങൾ മുറുകുന്നതിനനുസരിച്ച് കാറ്റ് ശക്തിയായി വീശുന്നു. മുറ്റത്തുണ്ടായിരുന്ന തെങ്ങ് വട്ടം മുറിഞ്ഞ് ഒരു വശത്തേക്ക് വീണു. പ്രകൃതി ശരിക്കും പ്രക്ഷോഭിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തേങ്ങലുകളും കരച്ചിലുകളും പൊട്ടിച്ചിരികളും സമ്മിശ്രമായി വന്നുകൊണ്ടിരിക്കുന്നു. ഹോമകുണ്ഡത്തിന് ചുറ്റും കൊളുത്തിയിരുന്ന വിളക്കുകളെല്ലാം ഒന്നൊന്നായി അണഞ്ഞു തുടങ്ങി. ചന്ദ്രമനയിലെ കാരണവർ ഇതൊന്നും കണക്കാക്കാതെ മന്ത്രോച്ചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാവ് പറന്നു വന്ന് അയാൾക്ക് മുന്നിലായി വന്നിരുന്നു. അഹങ്കാരി, നിന്റെ അഹങ്കാരം തീർന്നില്ല ഇപ്പോൾ? അയാളത് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. തറവാട്ടിലെ മന്ദാകിനി എന്ന പെണ്ണിന്റെ ശരീരത്തിൽ നീ പ്രവേശിച്ചതു മുതൽ നീ കാട്ടിക്കുട്ടിയതെല്ലാം എനിക്കറിയാവുന്നതാണ്. നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ അതേ തറവാട്ടിൽ ഞാൻ ഒരുക്കിയ കാഞ്ഞിരപ്പലകയിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. ഹൃദയശുദ്ധിയും ശരീരശുദ്ധിയും കൊണ്ട് മാത്രം പരിപാലിച്ചു പോകുന്ന ആ നിലവറയിൽ എന്തെങ്കിലും ഒരിക്കൽ അശുദ്ധമായതെന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് നിനക്ക് പുറത്തിറങ്ങാം. അന്നുവരെ നീ ബന്ധനത്തിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആണിതറച്ച് ബന്ധനനൂലിൽ കൊണ്ട് ചുറ്റി മന്ദാകിനി എന്ന തമ്പുരാട്ടിയിലൂടെ സംഹാര താണ്ഡവമാടിയ യക്ഷിയെ തളച്ചു. ആ നാട് മുഴുവൻ വലിയ ആശ്വാസത്തിലായിരുന്നു. ആടുമാടുകൾ മുതൽ മനുഷ്യരക്തം വരെ ഊറ്റിക്കുടിച്ചു വിലസിയിരുന്ന ഒരു രക്തരക്ഷസാണ് തളയ്ക്കപ്പെട്ടത്. നമ്മുടെ തറവാട്ടിന്റെ നിലവറയിലാണ്
അവളന്ന് തളയ്ക്കപ്പെട്ടത്. മുത്തശ്ശൻ അത് പറഞ്ഞു നിർത്തിയപ്പോൾ കുട്ടികൾ പേടിയോടെ ചുറ്റും നോക്കി. അപ്പം മുത്തശ്ശ, ആ രക്തരക്ഷസാണോ പുറത്തിറങ്ങുന്ന ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കുട്ടികളിൽ ഒരാൾ ചോദിച്ചപ്പോൾ മുത്തശ്ശൻ ഒന്ന് പതിയെ തലയാട്ടി. അതേ രക്ഷസും അതേ തറവാട്ടിലെ ഇളയമുറ മാന്ത്രികനുമാണ് ഇപ്പോഴുള്ളത്. പഴയതുപോലെ എല്ലാത്തിൻ്റെയും ആവർത്തനം നടക്കുമോ എന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. രാത്രിയിൽ തകിട് കുഴിച്ചിടേണ്ട സമയമായിരിക്കുന്നു. ഗായത്രിക്ക് ശാരീരിക വൃത്തി ഇല്ലാത്തതുകൊണ്ട് ഏതാണ് ഇപ്പോൾ ഒരു കന്യക? കാരണവർ ഓരോന്നാലോചിച്ച് അങ്ങനെയിരുന്നു. എല്ലാം ചെറിയ കുട്ടികളാണ്. അതിൽ പ്രായപൂർത്തിയായ കന്യക ഗായത്രി മാത്രമേ ഉള്ളൂ. എന്തു ചെയ്യുമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലായി അദ്ദേഹം. രണ്ടും കൽപ്പിച്ച് തകിളുകടുമെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ പതിവില്ലാത്തതുപോലെ പ്രകൃതിയാകെ ഒന്ന് മാറി. പ്രകൃതിയുടെ മട്ടും ഭാവവും പൈശാചികമായി മാറുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്നും ഗായത്രിയുടെ കണ്ണുകൾ ജ്വലിക്കുന്നത് വേറെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. തറവാടിൻ്റെ തെക്കേ കോണിൽ നിന്നും രൂപം കൊണ്ട ചുഴലിക്കാറ്റ് പതിയെ തറവാട്ടിൻ്റെ മുറ്റത്തേക്ക് നീങ്ങി. കരിയിലകളും മണ്ണും തീർത്ത അന്ധകാരത്തിൽ ശ്വാസം കിട്ടാതെ തറവാട്ടുകാരനവർ ഒന്ന് പിടഞ്ഞു. അതിനിടയിൽ കയ്യിൽ നിന്നും എപ്പോഴോ ഏലസുകൾ തെറിച്ചു പോയിരുന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അയാളുടെ ശബ്ദം ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. ബാക്കിയുള്ള ആർക്കും ആ ചുഴലിക്കാറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കഴിഞ്ഞില്ല. അതേസമയം ഗായത്രി അയാളുടെ ചോര നുണഞ്ഞിറക്കുകയായിരുന്നു. പതിയെ കാറ്റ് ക്ഷമിച്ചപ്പോൾ കണ്ണു തുറിച്ച് നാവ് പുറത്തേക്ക് ചാടി മരിച്ചു കിടക്കുന്ന തറവാട്ടുകാരനവരെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. കാട്ടുതീ പോലെ ആ വാർത്ത നാട് മുഴുവൻ പരന്നിരിക്കുന്നു. ഒന്നിനു പുറകായി ഒന്നായി തറവാട്ടിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദുർമരണങ്ങൾ നാടിനെയും ഒന്നായി വിഴുങ്ങും എന്നെല്ലാവർക്കും ഉറപ്പായിരുന്നു. നിലവറയിൽ മഹാമാന്ത്രികൻ തളച്ച രക്തരാഹിയായ രക്തരക്ഷസ് പുറത്തേക്കിറങ്ങിയിരിക്കുന്നു. ചന്ദ്രമനയിൽ തറവാട്ടുകാരനവരുടെ മരണമെത്തിയത് വലിയ ഞെട്ടൽ തന്നെ ഉണ്ടാക്കി. ചന്ദ്രമനയിലെ ഇളമുറക്കാരൻ മാന്ത്രികൻ തറവാട്ടിലെത്തുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. തറവാട്ടിലേക്ക് അയാൾ വരുമ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ ഒന്നുകൂടി തെളിഞ്ഞു. നല്ല വിരിമാറുള്ള ലക്ഷണമൊത്ത പുരുഷൻ. ഇയാളോടൊപ്പം ഒരു ദിവസം ശയിച്ച് ചുടുനിണം ഊറ്റിയെടുത്ത് കാലപുരിക്കയക്കുക തന്നെ. അയാൾ ആ മന മുഴുവൻ ഒന്ന് നടന്നു കണ്ടു. നിലവറയിലെ താക്കോൽ കൂട്ടങ്ങൾ കയ്യിലെടുക്കുമ്പോൾ കൈയൊരുന്നത് ഒന്ന് വിറച്ചു. കാലുകൾ ഒന്ന് ഇടറിപ്പോകുന്നത് പോലെ. തൻ്റെ തറവാട്ടിലെ ഒരുപാട് ആളുകളെ ജീവനെടുത്ത രക്തദാഹിയായ രക്ഷസ്, തൻ്റെ അച്ഛൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തയായ അവൾ തന്നെയാണോ ഈ കുരുതിക്ക് പിന്നിലും എന്നറിയണം. നിലവിളിയിലേക്ക് അയാൾ പതുക്കെ അവിടെ നിന്നും മാറി നിലവറയിലേക്ക് ഇറങ്ങിയപ്പോൾ ചുമരിലെ പല്ലി അകാരണമായി വല്ലാതെ ചിലയ്ക്കുന്നു. ഒരിക്കലും അണയാത്ത നിലവറയിലെ വിളക്ക് അടഞ്ഞിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ നിലവറയിലെ ലക്ഷണങ്ങൾ ഒത്തിരിയേറെ മാറിയിരിക്കുന്നു. പ്രത്യേക പീഠത്തിൽ തയ്യാറാക്കിയ കാഞ്ഞിരപ്പലകയിൽ ചരടുകൾ പൊട്ടിപ്പോയിരിക്കുന്നു. ഇവൾ തന്നെയാണ് എല്ലാത്തിനും കാരണം. ഇടയ്ക്ക് ഒരു പൊട്ടിച്ചിരി കേട്ട് അയാൾ ഞെട്ടി. തിരിഞ്ഞു നോക്കി. തൊട്ടുപുറകില് ഗായത്രി. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. വലിയ മാന്ത്രികനാണ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഭയങ്കര പേടിത്തൊണ്ടനാണല്ലോ. ചന്ദ്രമനയിലെ ഇളം തലമുറക്കാരൻ മാന്ത്രികൻ അവളെ ഒന്ന് സഹൂദം വീക്ഷിച്ചു നോക്കി. അവൾ വക്ഷ്യമായി ഒന്ന് ചിരിച്ചു. ഈ നിലവറയിലെ ഇരുട്ട് എന്ത് മനോഹരമാണല്ലേ. അവൾ അയാളുടെ ചുമലിലേക്ക് കൈവച്ചു. ചെമ്പകത്തിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധം അവളിൽ നിന്നും അയാളിലേക്ക് ഇറങ്ങി നടന്നു. തലച്ചോറിൽ ഒരു മിന്നലാട്ടം പോലെ തോന്നിയിട്ടുണ്ടാവണം. അയാൾക്ക് യാന്ത്രികമെന്ന പോലെ അയാൾ അവൾക്കരികിലേക്ക് നടന്നു. രണ്ടു കൈ നീട്ടി അവൾ അയാളെ അവളുടെ നെഞ്ചിലേക്ക് ക്ഷണിച്ചു. മുലക്കച്ച അഴിഞ്ഞു വീണു. കഴുത്തിടങ്ങളിലൂടെ ചുംബനങ്ങൾ ഉണങ്ങാനിട്ട് അയാൾ പതിയെ അവളിലേക്ക് ഇഴഞ്ഞിറങ്ങുകയായിരുന്നു. അവൾ അയാളിൽ ആവാശത്തോടെ പടർന്നു പന്തിരിക്കുന്നു. മനസ്സിലാരുടെയോ തേങ്ങൽ പോലെ അയാൾ അവളിൽ നിന്നും അടർന്നു പാണി. അമ്മയുടെ തേങ്ങൽ. സാധാരണ ഏതെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കാറ്. അയാൾ തനിക്ക് കവചം തീർക്കുന്ന കവചകുണ്ടലം ഇടയ്ക്ക് പരതി നോക്കി. ഇല്ല, ദേഹത്തതില്ല. ഇടയിൽ അത് വീട്ടിൽ മറന്നു വച്ചിരിക്കുന്നു. ഉള്ളിൽ അപായമാണെന്ന് ആരോ വിളിച്ചു പറയുന്നു. വീണ്ടും അവൾ കരികിലേക്ക് വരികയാണ്. അവൾ അവളുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ചിടുകയാണ്. നഗ്നമായ അവളുടെ മേലിയിലേക്ക് അയാളെ ക്ഷണിക്കുകയാണ്. കണ്ണുകൾ അടച്ച് കുടിലിനി മന്ത്രം മനസ്സിൽ ജപിച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ ഗായത്രിയില്ല. പകരം രക്തദാഹിയായ ഒരു രക്ഷസ് മാത്രം. അവൾ അവനെ നോക്കി പല്ലുറുമുകയായിരുന്നു. നിന്നെയും നിന്റെ കുലത്തിനെയും ഞാൻ നശിപ്പിക്കും. എന്നെ ഈ തടവറയിൽ തളച്ച നിന്റെ അച്ഛൻ മാന്ത്രികൻ. ഹൂഹ്! അയാളൊന്ന് ഉള്ളിൽ ചിരിച്ചു. അച്ഛൻ താളിയോലയിൽ കുറിച്ച സൂത്രങ്ങളിൽ ഏറ്റവും രഹസ്യമായത് ഒന്നുണ്ടായിരുന്നു. അയാൾ ചുമരിനോട് ചേർന്ന്
മന്ദാകിനി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നപേക്ഷിച്ചു. അവൾക്കു മുമ്പിൽ അപേക്ഷിക്കുമ്പോഴൊക്കെ അവൾ വന്യമായി ചിരിച്ചു. അയാൾക്കരികിലേക്ക് നടന്നു തുടങ്ങി. നിലവറയിൽ അച്ഛൻ രഹസ്യമായി സൂക്ഷിച്ച ആരുടെ സ്ഥലത്തിന് മുകളിൽ മന്ദാകിനി എത്തിയപ്പോൾ അയാൾ കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. അതേസമയം ബന്ധനത്തിൽ അടിമയാക്കി അച്ഛൻ വച്ചിരുന്ന അരുണിമ മന്ദാകിനിക്ക് മുകളിൽ ഒരു ബന്ധനം തുടങ്ങിയിരുന്നു. ഒരലർച്ചയോടെ മന്ദാകിനി മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അങ്ങകലെ അതേസമയം പള്ളിയിൽ അച്ഛൻ ചന്ദ്രമലയിലെ ഇളയ തലമുറക്കാരൻ്റെ ആവശ്യപ്രകാരം ഒരു പ്രത്യേക പ്രാർത്ഥനയിലായിരുന്നു. പള്ളിയിൽ നിന്നും കൂട്ടമണി ഉയർന്നു. ഗായത്രിയുടെ ശരീരത്തിൽ നിന്നും മന്ദാകിനി ആരൂഢ പീഠത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. പുറത്ത് മഴ പെയ്തു തുടങ്ങി. അയാൾക്ക് മുന്നിൽ അരുണമയും കാലരൂപനും ഉണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടു നടന്നവരാണ്. നിങ്ങൾ ഇവിടെയല്ല നിങ്ങളുടെ സ്ഥാനം. ആരെയും ഉപദ്രവിക്കാതെ ശാപമോക്ഷം കിട്ടണം. ആത്മാവ് വായുവിൽ അലിഞ്ഞ് ദൈവത്തിൽ അഭയം പ്രാപിക്കണം. അയാൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. വലിയ ഒരു പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഗായത്രി അയാളെ നോക്കി. ഇപ്പോൾ അവളിൽ മന്ദാകിനിയില്ല. ഹോമം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ ഗായത്രിയെ ഒന്ന് പാളി നോക്കി. തറവാട്ടിലെ കാരണവർ മരണപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ അന്തർജനത്തിന്റെ ഭർത്താവ് രവീന്ദ്രനാണ് കാര്യങ്ങളെല്ലാം നോക്കിയത്. പൂജ ശുഭമായി. എല്ലാം അവസാനിച്ചു അല്ലേ? സമാധാനമായി. രവീന്ദ്രൻ ചന്ദ്രമലയിലെ ഇളമുറ തമ്മാന്ത്രികന്റെ തോളിൽ തട്ടി. ഒരു കാര്യമുണ്ട്. എനിക്കിവിടുത്തെ കുട്ടിയിൽ ഒരു താല്പര്യമുണ്ട്. വീട്ടിൽ നിന്നും ആള് വരും. അവർ സംസാരിക്കും. അത് കേട്ടപ്പോൾ ഗായത്രി നാണത്തോടെ അയാളെ നിന്ന് നോക്കി. അയാളും അവളെ നോക്കി ചിരിച്ചു. പേടിയില്ലാത്ത ആ ഇല്ലം ഇപ്പോൾ തലയുയർത്തി അങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയ ഒരു നോവലുമായി നാളെ മുതൽ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.